സോ ഈ വീഡിയോയിൽ ഞാൻ പോയിരിക്കുന്നതാണ് മൂന്നാറിൽ. ഓക്കെ, മൂന്നാറിൽ നമ്മൾ പോകാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പേ മൂന്നാറിൽ പോയിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. യെസ് ഗൈസ്, നമ്മൾ വണ്ടി കയറി. അടിമാലിയാണ് എത്തിയിട്ട്. നമ്മൾ മുമ്പേ പോയ സ്ഥലം അത് ഞങ്ങൾ സത്യം മൂന്നാറില്ല പോയത്. അന്ന് ഞങ്ങൾ അടിമാലിയാണ് പോയത്. എനിക്ക് അറിഞ്ഞൂടായിരുന്നു എൻ്റെ പ്ലേസൊക്കെ. ഞാൻ വരുന്നത് മൂന്നാറാണ്. യെസ് ഗൈസ്, നമ്മളൊരു ചൂട് ചായയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ജേണിയൊക്കെ തിരിച്ച് തുടങ്ങി. ഓക്കെ, നമ്മളങ്ങനെ ചൂട് ചായ കൊടുത്തിട്ട് നമ്മൾ ജേണി ഇങ്ങനെ തുടങ്ങി. മലയൊക്കെ വന്ന് തുടങ്ങി, മഞ്ഞൊക്കെ കൊട്ട മഞ്ഞായിട്ട് വന്ന് തുടങ്ങി. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു വൈബൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ പോകുമായിരുന്നു. ഓക്കെ ഗൈസ്, പിന്നെ ഞങ്ങൾ കുറേ ഇരുട്ടിപ്പോയി അറിയാതെ. അപ്പോൾ നമ്മളെന്തായാലും പെട്ടുപോയി. നമ്മൾ ഭയങ്കര ഇരുട്ടിൽ എന്തായാലും സീനില്ല. ചായ കുടിക്കാനാണ് രാത്രി ഗൈസ്. ഇപ്പോൾ രാത്രി 7:15 ആ ചായ കുടിച്ചപ്പോൾ എനിക്ക് ഏറ്റവും പണി കിട്ടി. ഈ 2 മണിക്കൂർ കാറി ഇരിക്കേണ്ടി വന്നു. അതാണ് ഏറ്റവും പ്രശ്നം. എങ്ങനെയെങ്കിലുമൊക്കെ ഇത് സർവൈവ് ചെയ്യണം. റിസോർട്ടിലെത്തിയിട്ടുണ്ട്. നമുക്കിനി അകത്തോട്ട് ഹോട്ടലകത്തിട്ടുണ്ട്. നമുക്കിനി കൈ ചെയ്യണ്ട. ഓക്കെ, നമ്മളെന്തായാലും അടുത്ത മോർണിംഗ് രാവിലെ ഉണ്ട്. നമ്മൾ തിരിച്ച് പോകും എന്തായാലും. പക്ഷെ രാവിലെ എന്തെങ്കിലുമൊക്കെ സ്ഥലങ്ങളല്ല ടൂറിസ്റ്റ് സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ വരുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ എല്ലാം കാപ്പി കുടിച്ചിട്ട് ഇറങ്ങിയിട്ട് ഇനി നമുക്ക് കാണിക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്തായാലും വൈകിട്ടേ പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ബൈ സിറ്റ്. പക്ഷേ ഭയങ്കര തണുപ്പ്. എൻ്റെ കൈ വെളുത്തൊരു പരുവോ. ഗൈസ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് അസ്തറ്റിക് ഷോർട്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ഒരു സ്പോട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഹോട്ടലിനവിടെ തന്നെയാണ്. എടാ, ഈ ഒരു തണുത്ത ഒരു കാറ്റിൻ്റെ ഒരു ഫീലുണ്ട്, വൈബുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ജേണി തുടങ്ങി പോവുകയാണ്. നമുക്ക് എന്തായാലും പോകാം. ഗൈസ്, ഈ ഒരു വെള്ളം നിങ്ങൾ കാണുന്നില്ലേ? ഇത് എൻ്റെ കാറിൻ്റെ മേലെ വരുന്നതാണ്. ഇത് തണുപ്പ് കൊണ്ട് വന്ന വെള്ളമാണ് ഗൈസ്, ലിറ്ററലി. നമ്മളങ്ങനെ വെക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ് റൂമിൽ. ഇനി നമുക്ക് പോകാം. യെസ് ഗൈസ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നതാണ് ഒരു വാക്സ് മ്യൂസിയം. അപ്പോൾ അതിനകത്ത് കയറാൻ നമുക്കുണ്ടല്ലോ വാക്സ് മ്യൂസിയം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ദുൽഖർ സൽമാൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അത് അടിപൊളി കിടുക്കുള്ളായിരുന്നു. പിന്നെ മമ്മൂട്ടിയും ദുൽഖർ സൽമാൻ്റെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു. മമ്മൂട്ടിയാണെങ്കിൽ ഭയങ്കര റിയലിസ്റ്റിക് ബ്രോ. എനിക്ക് പറയാനില്ല. മെസ്സിയും കുഴപ്പമില്ലായിരുന്നു. ഇത് അല്ലു അർജുനാണ് ഇതവേ. ഇത് രശ്മിക മന്ദാനയാണ്. പക്ഷെ അത്രയും പെർഫെക്റ്റ് ഇല്ല. അമിതാഭ് ബച്ചൻ, കാസർഗോഡ്, പിന്നെ APJ അബ്ദുൽ. ഗൈസ്, വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു അവിടെ. ഗൈസ്, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ രൺബീർ കപൂറിനെ കണ്ടു, മൈക്കിൾ ജാക്സനെ കണ്ടു, അമിതാഭ് ബച്ചൻ, മെസ്സി, അല്ലു അർജുൻ, രശ്മിക മന്ദാന, അല്ലു അർജുനും, ഷാറുഖ് ഖാനും, സൽമാൻ ഖാനും, യേശുദാസിനും. അപ്പോൾ ഗൈസ്, ഔട്ട്രോ ഞാൻ ചെയ്യാൻ പറഞ്ഞത് സീയില്ല, പക്ഷെ നമുക്കിപ്പോൾ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇത്ര ഉള്ളതാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടില്ല നമ്മൾ പിന്നെ അടുത്തൊരു പൊളി ട്രിപ്പായിട്ട് വരുന്നതായിരിക്കും. ബൈ, സി യു, ടാഡാ, ബൈ.